ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈദ് മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യാൻ പോണത്. സോറി കേട്ടോ, നാളെയാണ് ഇതിൻ്റെ തലേ ദിവസം ഞാൻ ഈദ് ലുക്ക് ചെയ്യണത്. പക്ഷെ എനിക്കിത് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഈസ്റ്ററിനും വിഷുവിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈദിനെങ്കിലും ചെയ്യണം. ഈ മാസം ഫുൾ ഫെസ്റ്റിവൽസിൻ്റെ ടൈമായിരുന്നു. മൊത്തം ആഘോഷങ്ങളായിരുന്നു. അപ്പോൾ ഇതെങ്കിലും ചെയ്യണം എന്ന് ഓർത്തിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാൻ പോവാണ്. മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹിമാലയയുടെ മോയ്സ്ചറൈസിങ് ലോഷനാണ് കേട്ടോ യൂസ് ചെയ്യണത്. സോറി, ലോഷൻ അല്ല, ക്രീമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്രീം കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഞാൻ ഫേസിൽ ഇട്ടിട്ടാണ്, കാരണം ഞാൻ ഓൾറെഡി ഒരു തവണ ഈ മോയ്സ്ചറൈസർ ഇടുന്നത് ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ. പിന്നെ ഇത് ഞാൻ ഇന്ന് കുറച്ചേ എടുക്കുന്നുള്ളൂ. നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുന്നുണ്ടെങ്കിലാണ് ഒരുപാട് മോയ്സ്ചറൈസർ ഇടുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള മാത്രം മതി. പക്ഷേ ഫൗണ്ടേഷൻ ഇടുമ്പോൾ നിങ്ങൾ ഫേസിന് ആവശ്യമായിട്ടുള്ളതിനേക്കാട്ടിലും കുറച്ചും കൂടി കൂടുതൽ ഇടുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ സൺസ്ക്രീൻ ആണ് ഇടാൻ പോണത്. സൺസ്ക്രീനിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഡോക്ടർ ഷെത്തിന്റെ ഈ ഒരു ഓയിൽ ഫ്രീ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യണത്. ഇത് സിൻഡല്ല ആൻഡ് നയാസിനമൈഡിന്റെ ഡ്രൈ ടച്ച് മാറ്റ് ഫിനിഷ് ഉള്ളതാണ്. നിങ്ങളുടെ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ വേർക്കുന്ന പോലെ ഫീൽ ചെയ്യില്ല, അല്ലെങ്കിൽ ഭയങ്കര വൈറ്റ് കാസ്റ്റ് പോലെ ഫീൽ ചെയ്യില്ല. നല്ല പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ സ്കിന്നിന്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് സ്കിന്നിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫേസ് ഒന്ന് കൺസീൽ ചെയ്യാം. കൺസീൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു നൈക്കയുടെ ഈ ഒരു കൺസീലിംഗ് പാലറ്റാണ് എടുക്കണേ. ഇതിനകത്തുള്ള ഈ ഡാർക്ക് ഓറഞ്ചും അതുപോലെ യെല്ലോയും കൂടി മിക്സ് ചെയ്യാണ്. കാരണം എനിക്കങ്ങനെ ഭയങ്കര പിഗ്മെൻറ്റേഷൻ ഇല്ല. ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിലും ഭയങ്കര കളറില്ലല്ലോ. അങ്ങനെ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ നിങ്ങളുടെ ഫേസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യാം. പിന്നെ റെഡ് കറക്റ്റർ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് ഇങ്ങനെ കമൻറ്റിൽ ഉണ്ടായിരുന്നു. റെഡ് കറക്റ്റർ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ എന്തെങ്കിലും മറുകുകളുണ്ട്, ഭയങ്കര കറുപ്പ് കളറിലുള്ള മറുക്, ടാറ്റു ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫേസിൽ മറയ്ക്കണമെങ്കിലാണ്, അത്രയും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മറയ്ക്കണമെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, റെഡ് കളറിലെ കൺസീലർ യൂസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഒരു പീച്ച് മതി. അപ്പം കുറച്ചൊരു ഡാർക്ക് പീച്ചാണ് ഞാൻ എടുക്കണേ. ഓക്കെ, കണ്ടോ, ഈ ഒരു ഡാർക്ക് കളറിലെ ഈ ഒരു പീച്ച് കളറാണ് ഞാൻ എടുക്കണത്. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഓറഞ്ച് അല്ല, എന്നാൽ ഭയങ്കര പീച്ച് അല്ലാത്ത രീതിയിലുള്ള ഒരു കളറാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും ഒക്കെ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്കൊരു ബ്രഷ് എടുക്കാം. ഓക്കെ, അപ്പം ഞാനിത് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കാണ് കേട്ടോ ഈ ബ്രഷിലോട്ട്. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഫേസിലുള്ള, ഇപ്പോൾ ഇവിടെ ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഒരു ഡാർക്ക് സ്പോട്ട്സ്. ഓക്കെ, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന കുരു ഇങ്ങനെ ഇരിക്കണാണ് ഇപ്പോൾ പൊട്ടിക്കാൻ തോന്നുന്നത്. ഇവിടെ ഒരെണ്ണമുണ്ടായിരുന്നു, അതും എനിക്ക് ഇതേപോലെ ടെൻഡൻസി വരുന്നുണ്ട് പൊട്ടിക്കാൻ. പക്ഷെ അങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഡാർക്ക് സ്പോട്ട്സ് ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മേലെ കറക്റ്റ് അതിൻ്റെ മേലെ തന്നെ വെക്കണം കേട്ടോ. പിന്നെ ഞാൻ അടുത്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് എവിടെയൊക്കെയാണോ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളത് അതിൻ്റെ തൊട്ട് മേലെ വെക്കാം. പിന്നെ ഇവിടെ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ആക്നീസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെ അത്ര ഡിസ്റ്റർബ് ചെയ്യണില്ല. അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നേരിട്ട് അങ്ങനെ ഇടുന്നില്ല. പിന്നെ പൊട്ടിയിട്ടില്ല, എന്നാലും നമ്മൾ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. പിന്നെ നിങ്ങൾ ഓറഞ്ച് കളറിലെ കറക്റ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കൺസീലറും ഇടേണ്ടി വരും ആ ഓറഞ്ച് കളർ മറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പീച്ച് കളറാണ് ഇടണമെങ്കിൽ അത്രയും കൺസീലറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്രയും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെ ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ ഓറഞ്ച് കളർ യൂസ് ചെയ്യണമായിരിക്കും ബെറ്റർ. അപ്പം ഞാൻ ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ള് ഞാൻ കൺസീൽ ചെയ്യാതെ സ്പോട്ട് കൺസീലിങ് ചെയ്യണേ. കാരണം എനിക്കങ്ങനെ എടുത്ത് നിൽക്കുന്ന പാടുകൾ മാത്രം മാറ്റിയാൽ മതി, ഫുൾ പാടുകൾ മാറ്റണ്ട. ഇനി ഞാൻ കൈകൊണ്ട് എടുത്തിട്ട് എൻ്റെ ചുണ്ടിന് ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷനിലിടാണ്. എനിക്ക് ചുണ്ടിന് ചുറ്റും ചെറിയ തോതിൽ ഡിസ്കളറേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും പ്രോഡക്റ്റ് ഇങ്ങനെ ചുണ്ടിന് ചുറ്റും ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ആഷ് കളറിലിരിക്കും. എന്നിട്ട് ഞാനിത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ നല്ലോണം ബ്ലെൻഡ് ചെയ്യുവാണ്. ഇനി കൺസീലറിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മാക്കിൻ്റെ കൺസീലറാണ് എടുക്കണേ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് NC45 ആണ് ഷെയ്ഡ്. എനിക്ക് കുറച്ച് ഡാർക്കാണ്. പക്ഷേ നിങ്ങളുടെ ഇങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യാനായിട്ട് ഒരു ഷെയ്ഡ് മാത്രമേ ഡാർക്ക് എടുക്കണമായിരിക്കും നല്ലത്. ഡാർക്ക് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് വരണത്. ഇതിപ്പോൾ എനിക്കൊരു ഓറഞ്ച് ഷെയ്ഡാണ് കാണിച്ചു തരാം. കണ്ടോ, ഒരു ഓറഞ്ച് ഷെയ്ഡ് വരണത് അങ്ങനത്തത് എടുക്കാം. എന്നിട്ട് ഇപ്പം നിങ്ങൾ ഇട്ട് കൊടുത്ത സ്ഥലങ്ങളുടെ മേലെ ഇത് വയ്ക്കാം. ഇതും സ്പോട്ട് ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യണതാണ് ബെറ്റർ. എന്നിട്ട് നമ്മൾ ഇനി ഇതേപോലത്തെ ഒരു ബ്യൂട്ടി സ്പഞ്ച് എടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഡാബ് ചെയ്യാം. നിങ്ങളായിട്ടിരിക്കുന്ന കൺസീലർ മൂവ് ചെയ്യാത്ത പോലെ വേണം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, കൈകൊണ്ട് ചെയ്യണം നല്ലത്. ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രോഡക്റ്റ് പോരും. കൈകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഫേസിൽ ഇടാൻ വേണ്ടി ഏറ്റവും ബെറ്റർ നമ്മുടെ കൈ തന്നെയാണ് കേട്ടോ. ഏറ്റവും നല്ല ബ്രഷും ബ്യൂട്ടി സ്പഞ്ചൊക്കെ നമ്മുടെ കൈ തന്നെയാണ്. കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കൈയിൻ്റെ ആ ഒരു ചെറിയ ചൂടില്ല, ആ ചൂട് കൊണ്ടിട്ട് ഈ പ്രോഡക്റ്റ് മെൽറ്റായി നല്ല ബ്യൂട്ടിഫുള്ളി നമ്മുടെ സ്കിന്നിലോട്ടാവും. പിന്നെ ഈ മാക്കിൻ്റെ കൺസീലർ ഒരു മീഡിയം ടു ബിൽഡബിൾ ആട്ടോ, അങ്ങനെ ഫുൾ കവറേജ് അല്ല.
പിന്നെ ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പൗഡറാണ് യൂസ് ചെയ്യണത്. പൗഡർ യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാന്നുള്ളതാണ്. ഇന്ന കോമ്പാക്ട് പൗഡർ തന്നെ വേണം, ഇന്ന സ്റ്റെപ്പുകൾ തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. ഇറ്റ്സ് ആൻ ആർട്ട്. ഓക്കെ, അതൊരു നമ്മളിങ്ങനെ പടം വരയ്ക്കണ പോലെയാണ്. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമ്മൾക്ക് ചേരണ പോലെ നമ്മളുടെ ഇമാജിനേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ടാൽക്കം പൗഡർ, ഈ ഒരു പൗഡറും സെയിം നമ്മുടെ മറ്റേ സാധനം പോലെ തന്നെയാണ്. ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതാണുള്ളതെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇത് ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബേക്കിംഗ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിന് കളറില്ലല്ലോ. മറ്റേതാകുമ്പോൾ ഇച്ചിരി കളർ ഉണ്ടാകുമ്പോൾ ഒരു എന്താ പറയുക, ചെറിയൊരു കവറേജ് നമുക്ക് കിട്ടും. പിന്നെ ചെറുതായിട്ട് ഓയിൽ കൺട്രോളിങ് ഒക്കെ കിട്ടും. ഇതും അതേപോലെ തന്നെ, അത് കുറച്ചും കൂടി ബെറ്റർ ആണുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇതാണല്ലെങ്കിൽ ഇത് യൂസ് ചെയ്താൽ മതി. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇത് നമ്മളിങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഫുൾ എല്ലായിടും ഒരേപോലെ ബ്ലെൻഡ് ആവില്ല. നമ്മളിങ്ങനെ പൗഡർ ഇടാറുണ്ട്. ഞാൻ പണ്ട് ഇടുമായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ പൗഡർ ഇട്ടിട്ട് കുറേ ആയിട്ടാ. പൗഡർ അങ്ങനെ ഇടാറില്ല ഇപ്പം. പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ പോഴ്സ് ക്ലോഗ് ആവണ പോലെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുക, മൊത്തം ഒന്ന് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആവും. അതിനുശേഷം നമ്മളിങ്ങനെ ഇടുമ്പോൾ കുറച്ച് പൗഡർ ആവശ്യമായിട്ട് വരും. പക്ഷെ എന്നാൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഇട്ട് ഉരയ്ക്കരുത്. നമ്മൾ അടിയിലിട്ടിരിക്കുന്ന കൺസീലർ ഫുള്ളായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഉരയ്ക്കാണ്ട് വേണം ഇടാൻ. നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. നമ്മുടെ ഇതിട്ട് കഴിയുമ്പോൾ ഫുൾ ഫേസ് നമുക്കിങ്ങനെ ഒട്ടാതെ ഇങ്ങനെ സ്മൂത്തായിട്ട് ഫീൽ ചെയ്യണം. അതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഓക്കെ, ഫൈനൽ ലുക്കല്ല, നിങ്ങൾക്ക് ഈ പൗഡർ ഇട്ട് കഴിയുമ്പോൾ അത് സെറ്റായെന്ന് ഫീൽ ചെയ്യണത് അങ്ങനെയാണ്. ചില സ്ഥലങ്ങളിൽ ഓയിലി ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ പൗഡർ എത്തിയിട്ടില്ല എന്നാണ്. പിന്നെ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ ഇടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പൗഡർ കയ്യിലെടുക്കാം. ബ്രഷോ അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ എന്തെങ്കിലും സ്പഞ്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് ചെയ്യാം. ഇങ്ങനെ ഇതിലോട്ട് മുക്കിയതിന് ശേഷം ഞാൻ സാധാരണ കോമ്പാക്റ്റ് ഇരുന്ന് കാണിക്കാറില്ലേ, വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ടാപ്പ് ചെയ്യാം. അപ്പോൾ എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇതിൽ നിന്ന് പോകും. ഒക്കെ ഒന്ന് കുറച്ച് ഊതൊക്കെ ചെയ്യാം. അത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ കണ്ണിൻ്റെ അടിയില്ല. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു സ്പോട്ടിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, കണ്ടോ, ഇതേപോലെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഭൂതം പോലെ ഫീൽ ചെയ്യും. അപ്പം ഇങ്ങനെ കണ്ണിൻ്റെ മേളിലൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇപ്പം ഞാൻ ചിരിക്കുമ്പോണ്ടല്ലോ ഈ കണ്ണിന് ഇങ്ങനെ കിറിഞ്ച് വരും. പക്ഷെ ഇങ്ങനെ എന്താ അറിയോ, നമ്മൾ കൊറോണ ഇരുന്ന ടൈമിൽ നമ്മൾ മാസ്ക് വെച്ചിട്ടല്ലേ വെളിയിൽ പോവാം. മാസ്ക് വെച്ച് വെളിയിൽ പോകുമ്പോഴേക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആരെങ്കിലുമൊക്കെ കാണുമ്പോഴേക്കും അവർക്ക് ഞാൻ ചിരിക്കാന്ന് അറിയണം, എന്നാൽ മാസ്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും ഞാൻ ചിരിക്കാന്ന് അവർക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ മാസ്ക് മാറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പം അങ്ങനെ ചിരിക്കണമെങ്കിൽ ശീലം. ഇപ്പം ഞാൻ ഇപ്പം ഞാൻ അങ്ങനെ ഇപ്പോൾ കണ്ണാടി നോക്കി ചിരിക്കാനിങ്ങനെ നോക്കും. കണ്ണ് ഇങ്ങനെ ആവാണ്ട് ചിരിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചിരിക്കുമ്പോഴേക്കും ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ആയിപ്പോവും. പക്ഷേ അന്ന് അങ്ങനെ ചെയ്ത് അതങ്ങ് ശീലമായിപ്പോയി. ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഈ ഒരു മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇതൊന്ന് ഷാർപ്പ് ചെയ്താൽ നല്ലതായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. ആദ്യമേ തന്നെ നിങ്ങളുടെ ഹൈ പോയിന്റ്സിൽ വരയ്ക്കുക. ഇങ്ങനെ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ഏത് ഭാഗത്തോട്ടാണോ ആ ഹെയർ ഗ്രോത്തിൻ്റെ ആ ഡയറക്ഷനിലോട്ട് വേണം ഇത് വരയ്ക്കാനായിട്ട്. പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ ഐബ്രോസ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ലെൻസ് വെക്കണം ഇന്നത്തെ വീഡിയോയിൽ വിചാരിച്ചിരുന്നു കേട്ടോ, പക്ഷെ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ലെൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രഷ് ലുക്കിൻ്റെ പ്യുവർ ഹേസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാട്ടോ. ഇതൊരു ബ്രൗൺ അല്ല, ഗ്രീൻ അല്ല, അങ്ങനത്തെ ഒരു നല്ല ഡ്രസ്സായിട്ടുള്ളൊരു കളർ. അത് ഈ ഒരു ഒറ്റ ഷെയ്ഡാണ് എൻ്റെ കയ്യിലുള്ളത്. നമ്മുടെ ലെൻസ് വെച്ചിട്ടുള്ള മിക്ക വീഡിയോസിലും ആൾക്കാർ ചോദിക്കാറുണ്ട് ലെൻസ് എവിടെ നിന്നാണ്. ഈ ലെൻസാണ് കേട്ടോ, എല്ലാ വീഡിയോസിലും വെച്ചാൽ ഈ ലെൻസാണ്, വേറെ ലെൻസ് എൻ്റെ ഇല്ല. ആകെ ഈ ഒരു ലെൻസുള്ളൂ. ഇത് 10 പാക്ക് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒറ്റ തവണ യൂസ് ചെയ്ത് കളയാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ രാവിലെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ രാവിലെ ഞാൻ വയ്ക്കും. അപ്പോൾ എനിക്ക് വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്യണ വീഡിയോസിലൊക്കെ ലെൻസ് വയ്ക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ആണ് വെച്ചെടുക്കാം. അങ്ങനെയാണ് ഞാൻ മുതലാക്കാറ്. അല്ലെങ്കിൽ നമ്മൾ ഒറ്റ തവണ ഇട്ടിട്ട് അത് കളയണ്ടേ. അപ്പോൾ ഞാൻ രാത്രിയിലൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുത്തില്ല. കാരണം ഇച്ചിരി നേരമല്ലേ ഉള്ളൂ, ഒരു 1-2 വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ രാവിലെ വെച്ചിട്ട് വൈകിട്ട് കളയും. ഇത് പിന്നെ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല കേട്ടോ, ടു ബി ഓണസ്റ്റ്. എനിക്ക് കണ്ണിൽ ഇങ്ങനെ എന്തോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിങ്ങനെ ഒരു ചെറിയൊരു മങ്ങൽ പോലെ, നമ്മുടെ കണ്ണിനകത്ത് എന്തെങ്കിലും കരടുണ്ടാകുമ്പോഴേക്കും കാണില്ലേ, ഒരു ബ്ലറി അങ്ങനെയാണ് ഇരിക്കണേ. ഭയങ്കര ബ്ലറല്ല, എനിക്ക് പെണ്ണൊക്കെ കാണാം, എന്നാൽ ചെറിയ കണ്ണിൽ എന്തോ ഒരു കരടുണ്ട് എന്നുള്ള പോലെ തോന്നും. ഇത് ചിലപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ലെൻസ് വേറെ ഉണ്ടാവാം, പക്ഷെ എനിക്കറിയില്ല. ഞാൻ ഈ ഒരു ലെൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വേറൊരു ഓലയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, പക്ഷെ ഞാൻ മേടിച്ചിരുന്നത്, പക്ഷെ ഉപയോഗിച്ചില്ല. അത് ഇപ്പോൾ കാണാനുമില്ല എവിടെ വെച്ചേക്കണേന്ന്. അപ്പോൾ ഇന്ന് ഞാനൊരു കാജൽ ലുക്കാണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മാമാഎർത്തിൻ്റെ കാജൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുകൊണ്ട് ഞാൻ എൻ്റെ ലോവർ ലാഷ് ലൈനിലൊന്ന് വരയ്ക്കുകയാണ്. ഞാൻ സാധാരണ കൺമശി വെച്ച് കണ്ണെഴുതാറില്ല. ഇന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു ഈദ് ലുക്ക് ചെയ്യണതുകൊണ്ട് ഒരു ഐ മേക്കപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് ഒരു സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും പോലത്തെ ഒരു ഐ ലുക്ക് ചെയ്യണമെന്നാണെന്ന് ഒത്തിരി വ്യത്യാസമായിട്ട് നോക്കട്ടെ എങ്ങനെ വരുമെന്ന്. ആദ്യമേ ഞാൻ വാട്ടർ ലൈനിൽ എഴുതി, അതിന് ശേഷം ഇത് ഇച്ചിരി താഴത്തോട്ടും കൂടി വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇനി ഈ ഒരു മാഴ്സിൻ്റെ പാലറ്റിനകത്തുനിന്ന് ഈ കാണുന്ന
സെഹറ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് എടുക്കുകയാണ്. ഇതൊരു ബ്രൗൺ അല്ല, ഒരു ബ്ലാക്ക് അല്ലാത്ത പോലത്തെ ഒരു കളറാണ്. അത് ഇങ്ങനത്തെ ഒരു ആംഗിൾ ബ്രഷിലാണ് ഞാൻ എടുക്കണേ. എന്നിട്ട് ഈ ഒരു കളർ എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒന്ന് സ്മോക്ക് ചെയ്യണ്ടേ, ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ് ഒരു സ്മോക്കി എഫക്റ്റ് വരാനായിട്ട്. എന്നിട്ട് സെയിം ഈ ഒരു സാധനം ഞാൻ വെളിയിലോട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഒരുപാട് നീട്ടി എടുക്കണില്ല, ചെറുതായിട്ട് മാത്രം. ഇനി നിങ്ങളുടെ കയ്യിൽ ബ്രഷൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ക്യൂട്ടിപ്സ് എടുക്കാം. എന്നിട്ട് ആ ക്യൂട്ടിപ്സ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിരുന്നാലും മതി. ഇനി അടുത്ത ഞാൻ ഈ ഒരു കെ ബ്യൂട്ടിയുടെ ഈ ഒരു ഐലൈനർ എടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ലൈനർ മേളിലും കൂടി ചെയ്യണേ. നിങ്ങൾക്ക് അടിയിൽ മാത്രം ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ മതി. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലത്തെ ഒരു ക്യൂട്ടിപ്സ് എടുത്തിട്ട് ഇതൊന്ന് ക്ലീൻ ആക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തപ്പോൾ ഒരു തേരി കാട്ടുമാക്കാറ്റ് പോലെ ഇല്ലേ, അതൊന്നിങ്ങനെ ക്ലീനാക്കി ഒന്ന് ഷാർപ്പാക്കണം. ഇനി നമ്മൾ മേളിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് സ്മോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഐലൈനർ ഇട്ടില്ല അതിൻ്റെ മേലെ കൂടെ. എന്നിട്ട് ഈ മസ്കാര എടുക്കാം. മസ്കാര എടുത്തിട്ട് ഇന്ന് ഞാൻ ലാഷസ് വെക്കണില്ല കേട്ടോ. നമ്മളൊരു നാച്ചുറൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റണ പോലത്തെ ഒരു ലുക്കല്ലേ ചെയ്യണേ. എല്ലാ ലുക്കും എല്ലാവർക്കും ചെയ്യാം, എന്നാലും ലാഷസ് ഇപ്പം എല്ലാവരും വെച്ച് നമ്മൾ വെളിയിലൊന്നും പോകണമെന്നില്ലല്ലോ. എന്നിട്ട് ഈ ലാഷസിൻ്റെ മേലെ ഈ കോമ്പ് കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണിൻ്റെ മേളിലായിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, കാരണം ചിലപ്പോൾ കണ്ണിൻ്റെ മേളിലാകാം. അപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ലാസ്റ്റ് തുടച്ചു കളയാം. ഇതിൻ്റെ അടിയിലിടുന്നുണ്ട്. ഇനി നമ്മൾ ഇതേപോലത്തെ ഒരു സ്പൂലി എടുക്കുക, ഇങ്ങനത്തെ ഒരു സ്പൂലി. എന്നിട്ട് ഇതൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോ ലാഷസും വേറിട്ട് വരും. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. അപ്പോൾ ഞാൻ ലിപ്സിൽ ഉണ്ടായിരുന്ന ലിപ്സ്റ്റിക്ക് മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചെയ്യുകയാണേ. എന്നിട്ട് കുറച്ച് ലിപ്പാം നമുക്ക് ഇട്ട് കൊടുക്കാം, വളരെ കുറച്ച് മതി, കാരണം ഇതിപ്പോൾ ഒരു ഡ്രൈ ആയിട്ടിരിക്കണ പോലെ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു കറക്റ്റ് മോയ്സ്ചറാണ്, ഒത്തിരി മോയ്സ്ചർ വരരുത്. ഒത്തിരി മോയ്സ്ചർ വന്നാൽ അത്ര രസം ഉണ്ടാവില്ല. ഇത് റീഗൽ റൂബി എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്, നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു റെഡ് കളറാണ്. ഫൈനൽ ആയിട്ടുള്ള ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു തട്ടം കൂടി ഇട്ടത് കംപ്ലീറ്റ് ചെയ്യാണ്. ഭയങ്കര നാച്ചുറലായിട്ട് നോർമലായിട്ട് എല്ലാവർക്കും ഇടാൻ പറ്റണ പോലെ ഫാൻസി രീതിയിലുള്ള ലുക്കൊന്നുമല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. ഭയങ്കര സിമ്പിളായിട്ട് ഉള്ള ലുക്കാണ്. പക്ഷെ തട്ടം ഇടുന്നത് ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെയാണോ തട്ടടാ? ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് ഇടേണ്ടത്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഞാൻ ഐ മേക്കപ്പ് മാത്രമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വേറെ ബേസ് ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ പൗഡറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലിപ്സ്റ്റിക് ആണെന്നുണ്ടെങ്കിലും ഒരു വളരെ ലൈറ്റായിട്ട് എങ്ങനെ ലിപ്സ്റ്റിക് ഇടാന്നുള്ളത് കാണിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ആക്കാം, എങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഈദ് ലുക്ക്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ, കാരണം നിങ്ങളുടെ ലൈക്സ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്യുക. ഇപ്പോൾ കുറേ പേര് ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ലൈക്ക് ചെയ്തേക്കാം. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, നോ പ്രോബ്ലം. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ത് കൈൻഡ് ഓഫ് വീഡിയോ ആണ് കാണേണ്ടതെന്നുള്ളതാണ് കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ ഈ ഡ്രസ്സ് ഇത് നമ്മളുടെ ഓൺ സ്റ്റോർ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സിംപ്ലിയുണ്ണി ക്ലോത്തിങ് എന്ന പേജിലോട്ട് മെസ്സേജ് അയക്കാം കേട്ടോ. ഇത് മുസ്ലിം സിൽക്ക് മെറ്റീരിയലിലുള്ള ഒരു കുർത്തിയാണ്, ബോട്ടിൽ ഗ്രീൻ കളറിൽ. ഇവിടെ ഇങ്ങനെ മിറർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഷോളും നല്ലോണം വർക്കുള്ള ഒരു ഷോളാണ് കേട്ടോ. ഇതും മുസ്ലിം സിൽക്ക് തന്നെയാണ് ഈ ഷോളിൻ്റെ മെറ്റീരിയലും. ഫുൾ അങ്ങനത്തെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ്. എന്നൊരു ഫെസ്റ്റീവ് ടച്ചുള്ള ഒരു ലുക്കാണ്. ഞാൻ ഇപ്രാവശ്യം ഈദിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ പേജിലോട്ട് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ.